ഗുഡ് മോർണിംഗ് ഗൈസ്. എന്താ പറയണ്ടേ? വെള്ളം എന്തെൻ്റെ ക്യാമറക്കൊരു പ്രശ്നം. ഇതേ വെള്ളം ഇതുവരെ എത്തിയിട്ടാ. മീനുണ്ടോ അവിടെ? ആ ചെറിയ മീൻ കിട്ടിയാലും കാണാനില്ല. ആ നടക്ക് ഗൈസ്. ഇറങ്ങി വാ, അവിടുന്ന് ഇറങ്ങി. പിന്നെ ഇവിടെ ചെറിയൊരു കുറുക്കൻ ഇല്ലടാ. ഇത് കുറുക്കനാ. അപ്പോളേ ഞാനിതാ ഫുഡ് കഴിക്കാൻ പോകും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ തിരൂരൊന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. പ്ലാൻ ഇട്ടതൊന്നുമല്ല, പെട്ടെന്ന് ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു ആഗ്രഹം, തിരൂർ പോയിട്ട് ചെറിയൊരു ഷോപ്പിംഗ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു നോക്കട്ടെ. അപ്പോൾ ഹർഷുണ്ട്, പക്ഷെ ഇവിടുന്ന് ഞങ്ങൾ ബസ്സിന് പോകും. ഹർഷു അവിടെ തിരൂരുണ്ട് കേട്ടോ. ആൾ എന്തിനു വേണ്ടി പോയതാണത്. ഫുഡ് കഴിക്കടാ. ഇന്ന് സ്പെഷ്യലായിട്ട് ഒന്നുമില്ല, ആകെ എന്താണ് പറയുക, പച്ചക്കറി ഉണ്ട്, പിന്നെ മുട്ട വറുത്തതുണ്ട്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാണ് പോവാം. ഞങ്ങൾ തിരൂർക്ക് പോകുന്നത് പ്ലാനിങ് അല്ലാത്ത കാരണം അസ്മി കൂട്ടനിക്ക് ഡ്രസ്സ് നല്ല പുതിയതൊന്നുമില്ല, ഉള്ള ഇട്ടുകൊണ്ട് പോവാത്രേ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് ബസ്സിന് പോകണം, തിരിച്ച് വരുമ്പോൾ അർഷുവിൻ്റെ കൂടെ വണ്ടിയുമ്പോൾ വരാച്ചിട്ടാട്ടോ. ആളവിടെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് കൂട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് ഷോപ്പിങ്ങിന് നിൽക്കാൻ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ വേഗം. 2:45 ബസ്സിന് പോകാമെന്നിട്ടോ വിചാരിക്കുന്നത്. കഴിക്കടാ. അപ്പോൾ ഇതാ തൽക്കാലം കുറച്ച് മേക്കപ്പ് കാര്യങ്ങൾ, ഇവിടെ പോൺസിൻ്റെ പൗഡറുണ്ട്, പിന്നെ ലിപ്റ്റിക്ക്. അപ്പോൾ അതൊക്കെ വെച്ചൊന്ന് അത് ചെയ്യണം. ഡ്രസ്സ് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതെ കണ്ടോ, അസ്മിക്കോട്ട മാത്രമുള്ള പഴയത്. അപ്പം നമ്മൾ മേക്കപ്പ് ഇടാതിരിക്കില്ല, ഇത് മസ്റ്റാണ് കേട്ടോ. എടാ പിന്നെ അപ്പം ഞങ്ങളിന്ന് മെച്ചെങ്ങനെയുണ്ട്? സൂപ്പർ സുന്ദരി. അപ്പം ഞങ്ങളിന്ന് തിരൂർ പോവാ. നോക്കട്ടാ മെച്ച നോക്കാം. ഓ താങ്ക് യു, വെൽക്കം. അസ്മിക്കുട്ടെ ബസ്സിന് കാത്ത് കഴിഞ്ഞിട്ടാ. ബസ് ഇതേ 2 മിനിറ്റും കൂടിയുള്ള ബസ്സിന് ഇപ്പോൾ വരും. ഇതാട്ടോ അവനുള്ള ഡ്രസ്സ്, തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യുക, സാരമില്ല പോട്ടെ. നമ്മൾ പ്ലാനിങ് അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അസ്മിക്കുട്ടൻ്റെ കോട്ടാണ്, പിന്നെ എനിക്കുള്ള കോടയും. അർഷുവിൻ്റെ കൂടെ വണ്ടിമ്മ വരുമ്പോൾ കോട്ട് വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തതാണ്. പിന്നെ ഇതാ പോകുമ്പോൾ ഞാൻ ഈ നാറമ്പ് സ്കൂളത്തെ ഒരു യൂണിഫോം തയ്ച്ച് വെച്ചതാണ്. അതുകൊണ്ടോ യൂണിഫോമാണിത്. ഇതും കൊണ്ടുപോകണം, ലഗേജ് അവൾ പോകുമ്പോൾ കൊടുക്കും വേണം കേട്ടോ, എന്നിട്ട് വേണം പോകാൻ. പോടാ. നോക്ക് ഇതേ അർഷുവിനെ കിട്ടിയിട്ടാ. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്, പിന്നെ എന്തെങ്കിലും ചായ കുടിക്കണം, എന്നിട്ട് വേണം ഷോപ്പിങ്ങിന് ഇറങ്ങാം. പിന്നെ എന്താ പറയാൻ ഒന്നുമില്ല. അങ്ങനെ ഇതാ ഞങ്ങൾ ചായ കുടിക്കാൻ ചെറിയൊരു ഹോട്ടലിലേക്കാണ്ട് കയറിയത്. അപ്പോൾ അസ്മിക്കുട്ടൻ പറഞ്ഞു ഓനക്ക് ഹോർലിക്സ് മതിയെന്ന്. അപ്പോൾ ഓനക്ക് അത് കൊടുത്തു, ഞാൻ ചായ കുടിച്ചു കേട്ടോ. അർഷ് വേണ്ടാന്ന് മുന്നേ കഴിച്ചിരുന്നതാണ്, അപ്പോൾ വേണ്ടാന്ന്. അപ്പോൾ ഇതാ ചായൻ്റെ കൂടെ ഞങ്ങൾ സമൂസയും കഴിച്ച്. സമൂസ എരിവ് കുറവായിരുന്നു, അതുകൊണ്ട് അസ്മി കഴിച്ചു, കുഴപ്പമില്ല, എരിവില്ലാത്തതുകൊണ്ട്. എനിക്ക് പിന്നെ വലിയ ഇഷ്ടമായില്ല കേട്ടോ, തീരെ എരിവില്ല, അതുകൊണ്ട് എന്തോ ഒരു ടേസ്റ്റ് കുറവ്. അപ്പോൾ ഇതാ അങ്ങനെ ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഞങ്ങളിതാ എന്താണ് പറയുക, തിരൂർ ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് പറയുക, നല്ല മഴ ആണെങ്കിലും ആൾക്കാരിന് ഒരു കുറവില്ല കേട്ടോ. തിരക്ക് കണ്ടോ, നല്ല തിരക്കുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഫാൻസി കട കയറിയിട്ടോ. അപ്പോൾ എനിക്ക് അസ്മിക്ക് ചെരുപ്പ് വാങ്ങണം, പിന്നെ അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ ഷോപ്പിങ്ങുകളുണ്ട്. അപ്പോൾ ഞാൻ എന്തിനാണ് ഇവിടേക്ക് കയറിയെന്ന് ഓർമ്മയില്ല. അപ്പോൾ എന്തോ ഇതിലാണ് കയറി. അപ്പോൾ കയറിയപ്പോൾ അസ്മി ഇതാ വാങ്ങിയിട്ടോ.
അപ്പോൾ ബോളൊക്കെ കിട്ടിയ സന്തോഷത്തിൽ ഇതാ അസ്മി വേഗം അത് കൊണ്ടുവന്നിട്ട് കവറിൽ കൊണ്ടുവന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇനി ഞങ്ങൾ ആദ്യം അസ്മിക്ക് ചെരുപ്പ് എടുക്കണം. അവനക്ക് പെരുന്നാൾക്ക് ചെരുപ്പ് വാങ്ങിയിട്ടോ. പക്ഷെ അതെന്താ അറിയില്ല, ആകെ ഇപ്പോൾ 2 മാസത്തിലായിട്ടുള്ളൂ പെരുന്നാൾ കഴിഞ്ഞിട്ട്, വേഗം പൊട്ടി. അപ്പോൾ ഞാൻ ഒരു ചെരുപ്പ് വാങ്ങണം. അപ്പോൾ ഇതാ നമ്മൾ സ്ഥിരമായിട്ട് വരുമ്പോൾ ചെരുപ്പ് വാങ്ങണം. നല്ല എല്ലാം കളക്ഷനുണ്ട്, റേറ്റിലും വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വാങ്ങാൻ വിചാരിച്ചതാണ് പോകുന്നത്. ചെരുപ്പ് 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 നല്ലത്. ഇവിടെ ചെരുപ്പ് മാത്രമല്ല, ബാഗുണ്ട്, കുട ഉണ്ട്, പിന്നെ ലേഡീസിൻ്റെ സ്കൂൾ ബാഗ്, അങ്ങനത്തെ എല്ലാ ഐറ്റംസുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ചെരുപ്പിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട് കേട്ടോ. നമ്മൾ വീട്ടിലിടുന്നതും പാർട്ടി വെയറായിട്ടും പിന്നെ അങ്ങനത്തെ വെഡ്ഡിങ് വെയറായിട്ടും അങ്ങനെ എല്ലാ കളക്ഷൻസും ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അസ്മി ഒന്ന് പിണങ്ങിട്ടോ. ഓനിക്ക് പറ്റിയ ചെരുപ്പ് വാങ്ങി കൊടുത്തില്ലായിരുന്നു, പക്ഷേ ഞാൻ സമ്മതിച്ചില്ല, എനിക്ക് ഇഷ്ടമായില്ല. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പാണ് ഞാൻ വാങ്ങിയത്. അതിൻ്റെ ഇടയിൽ ഞാൻ എനിക്കൊരു ഷൂ ഒക്കെ നോക്കി, പക്ഷെ കിട്ടിയില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ അസ്മിക്ക് ഇനി വീട്ടിലിടാൻ പറ്റിയ എന്തെങ്കിലും ഐറ്റംസ് ഡ്രസ്സ് ഉണ്ടോ നോക്കാൻ വേണ്ടി വന്നതാട്ടോ. പിന്നെ അവനക്ക് എന്താ പറയുക, കല്യാണത്തിനിടാൻ വേണ്ടിയിട്ടൊരു ഡ്രസ്സ് കൊടുക്കണമല്ലോ. അപ്പോൾ ഇവിടുന്ന് ആദ്യം വീട്ടിലിടാൻ പറ്റിയ നോക്കട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങാൻ വിചാരിച്ചു. അങ്ങനെ പോയി പിന്നെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു മഴക്കായതുകൊണ്ടാണ് തോന്നുന്നു ഇവിടെ ഒന്നും തിരക്കില്ല, പക്ഷേ ടൗണിൽ നല്ല തിരക്കുണ്ട്. പൊന്നെ പോണ്ട എന്നാ വാ പോരാ നടന്നോ വാ. അപ്പോൾ അതാ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി ഇറങ്ങി. പിന്നെ വീട്ടിലിടാൻ പറ്റിയത് അവനക്ക് കിട്ടിയില്ല കേട്ടോ. കിട്ടായല്ല, അവൻ്റെ സൈസിന് എനിക്ക് ഭംഗിയായിട്ടൊന്നും തോന്നില്ല, അപ്പോൾ ഞാൻ വാങ്ങിയില്ല. കല്യാണത്തിലുള്ള വാങ്ങി കണ്ടു പോന്നു. പിന്നെ അതാ പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴക്കാറ് വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ അധികം കറങ്ങണില്ല, വീട്ടിലേക്ക് പെട്ടെന്ന് പോകാൻ വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അസ്മിക്കുട്ട വേറെ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്, പക്ഷേ ഇനി ഷോപ്പിങ്ങിന് നിന്നിട്ടുണ്ടെങ്കിൽ മഴ വരുമ്പോഴത്തേന് വീട്ടിലേക്ക് എത്തൂല. അല്ലാതെ ഞങ്ങൾ വീട്ടിലെത്തി. പിന്നെ ഇതാണ് അസ്മിക്കുട്ടനക്ക് വാങ്ങി ചെരുപ്പിട്ടാൽ കണ്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി. അസ്മിക്ക് ആദ്യം ഇഷ്ടമായിട്ടില്ല, പക്ഷേ പിന്നീട് ഞാനിങ്ങനെ ഷോപ്പിങ്ങൊക്കെ ചെയ്തപ്പോൾ ആൾ ഓക്കെ എന്നുള്ളൊരു മട്ടിലായിട്ടാണ്. അപ്പോൾ അങ്ങനെ ചെരുപ്പൊക്കെ എടുത്തു. പിന്നെ കേട്ടോ അവർക്ക് എന്താ പറയുക, കല്യാണത്തിന് ഡ്രസ് കോഡാണ്. കല്യാണത്തിന് അവരെല്ലാവരും ഗ്രീനാണെന്നാണ്. അപ്പോൾ അസ്മിക്കുട്ടനക്ക് ഞാൻ ഗ്രീൻ ബനിയന് ഷർട്ട് കിട്ടിയില്ല, അപ്പോൾ ഞാൻ ടീഷർട്ട് വാങ്ങി. നല്ല രസമുണ്ട്, നല്ല എന്താ പറയുക, 250 രൂപ അങ്ങനെ എന്തോ കേട്ടോ പ്രൈസ് വന്നത്. കുഴപ്പമൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ചെരുപ്പിന് 330 രൂപയാണ് അവർ പ്രൈസ് പറഞ്ഞത്, പക്ഷേ 250 രൂപക്കാണ് തന്നത്. അപ്പോൾ ഞങ്ങളിതാ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കണം, ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കണ നമ്മളുടെ മഞ്ഞപ്പൊടി കലക്കണ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് അസ്മിയെ കണ്ടപ്പോൾ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനതൊന്ന് ചെയ്ത് കൊടുത്തു. അപ്പോൾ 10 മണിക്കാണ് വീഡിയോ ഷൂട്ട് ചെയ്യണത്. ഇക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ അവന് ബോളൊക്കെ ഒന്ന് ഇട്ട് നോക്കി കളിച്ചു. പിന്നെ അപ്പപ്പാർക്കും ഉമ്മമാർക്കും എല്ലാവർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. അങ്ങനെ ഇനി ഞങ്ങൾ എന്താ പറയുക, ഉറങ്ങട്ടെ, നാളെ മദ്രസ ഉണ്ട്, സ്കൂളുണ്ട്, എല്ലായിടത്തേക്കും പോകണം. അപ്പോൾ നേരത്തെ ഉറക്കിയാലേ എണീക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, ബായ്. അപ്പോൾ അത്രക്കുള്ള വീഡിയോ.